വ്യവസ്ഥിതിയോ അല്ലെന്നുണ്ടെങ്കിൽ മൈത്രേയൻ പറഞ്ഞ കാര്യങ്ങളല്ല. മൈത്രേയന്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയണ്ട. വൈഫുമായിട്ട് എത്ര നാളുണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ചെയ്തിരുന്നു, ചെയ്യുന്നു, അയാളുടെ അമ്മയ്ക്ക് പറയുന്നു. ഇതേ രീതി തന്നെയാണ് ഈ സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത്. ലോകത്ത് ആർക്കും ഇല്ലാത്ത കുറെ കോൺസെപ്റ്റ് ഇതൊക്കെ നമ്മുടെ എന്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ഇയാളെ പോലെ ഉള്ള ആൾക്കാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. നമുക്കത് ചിന്തിക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യം. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോണ്ടല്ലോ, നീ എന്താ ചെയ്തെന്നുള്ള ചോദ്യം ആ സമയത്ത് വളരെ കറക്റ്റ്. ആർക്കും ആരെയും വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട്. കുടുംബം പിരിച്ചുവിട്ടു, കുട്ടീനെ അവിടെ ഇട്ടു, അടുത്തൊരെണ്ണയെ തേടി പോകുന്നു, വീണ്ടും കുട്ടീനെ ഉണ്ടാക്കുന്നു, വീണ്ടും അതിനൊരു സ്റ്റേജ് എടുത്തു. ഇത്രയും കാര്യം ചെയ്യട്ടെ, തന്നെ ഉണ്ടാക്കിയ നന്ദി എന്നുള്ളതുണ്ടല്ലോ. പച്ചയ്ക്ക് ചോദിക്കുകയാണ്, ഉണ്ടാക്കി പുട്ടുമുറ്റി മാതിരി ഇങ്ങനെ കുത്തിയിട്ടിട്ട് പിന്നെ വളർത്താതെ ഇരുന്നോണ്ടാ താൻ ഈ നിലയിൽ ഇങ്ങനെ ഒന്ന് ചലിക്കും. ഞാൻ ഉണ്ടിറങ്ങി ജീവിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കായിരിക്കും. എനിക്ക് ചിരി വരുന്നത് കാര്യം ആരാ പറയുന്നത്? ഫയറടാ. എന്തിനാണ് ഫയർ? 72 വയസ്സല്ല, ഈ മൈത്രേയനെ പേടിപ്പിക്കാനാണ് ഫയർ. മൈത്രേയൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ പേര് കേൾക്കുമ്പോൾ പലർക്കും അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്, ചിലർക്കത് ഒരു കൗതുകം തോന്നാറുണ്ട്. അസ്വസ്ഥരായ ജനങ്ങൾ ഒരവസരം നോക്കി നിൽക്കുകയായിരുന്നു. മൈത്രേയനെ അടിച്ച് നശിപ്പിക്കുന്ന ഒരു ആങ്കർ ജിഞ്ചർ മീഡിയ നടത്തിയൊരു ഇന്റർവ്യൂ. ആങ്കർ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും മൈത്രേയൻ അസ്വസ്ഥനാകാറുണ്ട്. 1, 2, 3 എപ്പിസോഡായിട്ടാണ് പുറത്തുവിട്ടത്. മൈത്രേയൻ അസ്വസ്ഥനാകുന്ന കണ്ടുകൊണ്ട് ജനങ്ങൾ ഇയാൾക്ക് അഹങ്കാരമാണ്, ആങ്കറിന് ഉത്തരം കൊടുക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ട്, അറിവുള്ളവന് അഹങ്കാരം കാണില്ല, ആങ്കർ ചോദിക്കുന്നതിന് ആങ്കറിനെ പുച്ഛിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, മൈത്രേയനെ വിളിച്ചു വരുത്തുന്നവർ പ്രധാനമായിട്ടും കാര്യങ്ങൾ ചോദിക്കുകയാണ്, അല്ലാതെ അങ്ങോട്ട് അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പോറില്ല. അങ്ങേർക്ക് അങ്ങനെയുള്ള ഇന്റർവ്യൂസ് താല്പര്യമുള്ളൂ. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങൾ വന്നിരിക്കാനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളി കുറച്ചുകൂടി ആക്റ്റീവ് ആവും. പക്ഷെ പുള്ളിയെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമുള്ളവർ, പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം എത്രയോ ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യമുള്ളത് പുള്ളിയെ സമീപിക്കുകയാണ്. എന്തിനാണ് പുള്ളി സമീപിക്കുന്നത്? കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. മൈത്രേയൻ ഇങ്ങനെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ ഇപ്പം നിൽക്കുന്ന ഒരു വ്യവസ്ഥിതി, പണ്ടുണ്ടായിരുന്ന വ്യവസ്ഥിതി, മുമ്പോട്ട് ഈ വ്യവസ്ഥിതി എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. പക്ഷെ ഇവിടെ ആങ്കർ കൂടുതലായിട്ടും വ്യവസ്ഥിതിയോ അല്ലെന്നുണ്ടെങ്കിൽ മൈത്രേയൻ പറഞ്ഞ കാര്യങ്ങളല്ല, മൈത്രേയന്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയണ്ട. വൈഫുമായിട്ട് എത്ര നാളുണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ചെയ്തിരുന്നു, ആക്ടിവിറ്റീസ് ആണ് ആങ്കറിന് കൂടുതൽ അറിയേണ്ടത്. കാരണം കൂടുതൽ വ്യൂ കിട്ടേണ്ടതാണല്ലോ. മൈത്രേയൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലോട്ട് കൂടുതൽ ഇൻവോൾവ് ആകാനല്ല ഉദ്ദേശിക്കുന്നത്. മൈത്രേയൻ പറയാൻ ആഗ്രഹിക്കുന്നത് പുള്ളി വായിച്ചതും പുള്ളി കണ്ടതുമായ ലോകത്തെക്കുറിച്ച് പറയാനാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. ലോകത്തിന് വരേണ്ട മാറ്റങ്ങൾ, മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണ് പുള്ളി പറയാൻ ആഗ്രഹിക്കുന്നത്. പുള്ളി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പുള്ളി ആരെ അടിച്ചേൽപ്പിക്കാറില്ല. പുള്ളിയെ വിളിച്ച് ചാനലുകാർ ചോദിക്കുമ്പോഴാണ് മറുപടി പറയുന്നത്. പുള്ളിയല്ല വഴിയെ പോകുന്നതിനെ കയ്യെ പിടിച്ച് നിന്നടാ എനിക്ക് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളി ആരോടും പറയാറില്ല. ആങ്കർ അസ്വസ്ഥപ്പെടുന്ന കണ്ടപ്പോൾ പുള്ളി ഇടയ്ക്ക് വെച്ചിറങ്ങിപ്പോയി. അതിനുശേഷം ആങ്കർ മര്യാദ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആങ്കറിന് അങ്ങനെ ജയിക്കാൻ അറിയാം. അത് മൈത്രേയൻ പ്രത്യേകം തോന്നുന്നുണ്ട്. എന്നെ നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആങ്കറിന്റെ പറയുന്ന വീഡിയോ പറയുന്നുണ്ട്, എന്നോട് ചോദിച്ച് കാര്യം അറിയാം, നിങ്ങൾ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്കത് കേൾക്കാം. അതായത് നിങ്ങളുടെ കാര്യം എന്നെ അടിച്ചേൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് എന്നെ വിളിച്ചു വരുത്തുന്നത്? നിങ്ങൾ ക്യാമറയുടെ മുമ്പോട്ട് നോക്കി പറഞ്ഞാൽ മതിയില്ലേ? 72 വയസ്സുള്ള മനുഷ്യൻ, അയാൾ ഇപ്പോൾ ഹെൽത്തിയാണ്, അയാൾ പറയുന്ന കാര്യം നല്ല സ്ഫുടതയോടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പുള്ളി തെറി പറയുന്ന ഒരു കമന്റ് ബോക്സിന് ഒത്തിരി കണ്ട് നമുക്ക് വിമർശിക്കാം ആരെ വേണേലും. ഈ തെറി പറയുന്നതുകൊണ്ട് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ തെറി പറയുമ്പോൾ നാളെ പോലെ മൈത്രേയൻ ആരെല്ലാം വിളിച്ചിട്ടില്ലായിരിക്കുമോ? മൈത്രേയൻ പറയുന്ന കാര്യങ്ങൾ 50 കൊല്ലം കഴിഞ്ഞ് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. ഞാൻ മൈത്രേയന്റെ ഫാനല്ല, ഞാൻ ആരുടെയും അണിയല്ല, ആരാധകനുമല്ല, ഭക്തനുമല്ല. ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട്, അതിൻ്റെ നല്ല കാര്യങ്ങൾ ഞാൻ എടുക്കാറുണ്ട്. എനിക്ക് വേണ്ടത് നല്ലതും തോന്നുന്നു. നമ്മുടെ ഭൂമി എന്നെടുത്താലും അതിൻ്റെ അകത്ത് എല്ലാം ഒന്നും നല്ലതല്ല, നല്ലത് മാത്രം നമ്മൾ എടുക്കുക. എനിക്കൊന്ന് ഇപ്പോഴത്തെ ക്രൈസ്തവരുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വിഭവങ്ങളാണ്. നമ്മളങ്ങോട്ടേക്ക് എല്ലാവരും ബുഫേറ്റ് നമ്മൾ വരുമ്പം നമ്മളെല്ലാം വാരത്തിനും ഇല്ലല്ലോ. ചിലപ്പോൾ ഇഷ്ടമുള്ളത് കാണും, ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാണും. വേണ്ടത് മാത്രം പിറക്കിയിട്ട് കഴിച്ചിട്ട് നമ്മൾ പോകും. അതുപോലെ ആയിരിക്കണം നമ്മൾ മൈത്രേയൻ എന്നല്ല, ആളുടെ കാര്യത്തിലാണ്. ഈ മർദ്ദാമൻ സാഗറിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. പുള്ളിയൊക്കെ എപ്പോഴും പരദൂഷണങ്ങളാണ് പറയുന്നത്. പുള്ളിക്ക് അങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതലും. അതാണ് അങ്ങേരുടെ ഇഷ്ടം, അങ്ങനെ പറയട്ടെ, വേണ്ടത് നമ്മൾ എടുക്കുക. ഞാൻ സെക്രട്ടറി സായിയുടെ വീഡിയോസ് കാണും. എല്ലാം ഒന്നും എനിക്ക് അദ്ദേഹം പറഞ്ഞത് യോജിക്കാൻ തോന്നുന്നില്ല. അദ്ദേഹം വിമർശിക്കുമ്പോൾ വളരെ റൂഡായിട്ട് വിമർശിക്കാറുണ്ട്. ഇത് നല്ലത് കേൾക്കുന്നതിന് നല്ല വല്ല പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കും, അല്ലാതെ ഞാൻ തള്ളിക്കളഞ്ഞേക്കും. എന്ന് വെച്ചാൽ ഞാൻ സായിയോട് ഇവിടെ വന്ന് ചെറുകേണ്ട ആവശ്യമുണ്ടോ? മറന്നാണെന്ന് തെറിയുണ്ടോ? അത് അച്ഛനും അമ്മയ്ക്കും പോകേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ പലപ്പോഴും പല യൂട്യൂബേഴ്സും വീഡിയോയിൽ പുള്ളി ഭയങ്കര ദേഷ്യക്കാരനാണെന്നും പുള്ളി പ്രതികരിക്കുന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി മാതാവിനും പിതാവിനും പറഞ്ഞേക്കും. തെറിക്ക് തുല്യമായ എന്നാൽ ഞാൻ തെറി പറഞ്ഞില്ല, വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞങ്ങ് പോവും.
വിമർശനം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്തയും തള്ള അല്ലെ പമ്പറന്നോട്ട് അല്ലെ പെങ്ങന്മാരെയും തെറി പറയുന്നതല്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ പ്രസിഡന്റിനെ വരെ വിമർശിക്കാനുള്ള റൈറ്റുണ്ട്. വിമർശനം എന്ന് പറഞ്ഞാൽ മാന്യമായ രീതിയിൽ. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം, ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് യോജിക്കുന്നില്ല പറയാം. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, അതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് നമുക്ക് പറയാം. പക്ഷെ ഇത് പറയുമ്പം ഈ പറഞ്ഞ വ്യക്തിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടിലിരിക്കുന്ന മകൾക്കും ഭാര്യയും എല്ലാവരുടെ വീട്ടുകാരുടെ വളർത്തുദോഷം, നാട്ടുകാരുടെ വളർച്ചയും കുടുംബത്തിന് മൊത്തം പറഞ്ഞിട്ട് എന്തിനു വേണ്ടി? ആ വ്യക്തിയുടെ നിലപാടിനോട് നമുക്ക് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ നിലപാടിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ മതി. അപ്പോൾ സായിയുടെ വീഡിയോയ്ക്കകത്ത് സായി ദേഷ്യം കൊണ്ടിങ്ങനെ ഇരിക്കുന്നു, പുറകെ ജിത്തുബായി ഇരിക്കുന്നു, ജിത്തുബ ഇട്ടുകൊടുക്കുന്നു, സായിയത്തെ പിടിച്ചു കയറുന്നു, മൈത്രേയൻ അവൻ ഇവനൊക്കെ ഇത്രയും പ്രായം ഉള്ളതുകൊണ്ട് തല്ലുന്നില്ലെന്നുള്ള എല്ലാവരും എന്തിനാണ് അങ്ങനെയുള്ള പരാമർശത്തിലോട്ടൊക്കെ പോകുന്നത്? മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തി സായിയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ഇല്ല. ജിത്തുബായിയോട് ദ്രോഹം ചെയ്തോ? ഇല്ല. ഈ ജിത്തുബായും സായിയൊക്കെ ആരാന്ന് പോലും അയക്കറിയത്തില്ല. ആ വ്യക്തിയുടെ നിലപാട്, പുള്ളി മുമ്പോട്ട് വെക്കുന്ന നിലപാട് ശരിയല്ലെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം നമുക്ക് വിമർശിച്ചാൽ മതി. സിനിമ കണ്ട് വിമർശിക്കുന്ന വ്യക്തിയാണ് സായി. നാട്ടിലുള്ള എല്ലാ കാര്യത്തിലും വിമർശിക്കുന്ന വ്യക്തിയാണ് സായി. സായി പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നുണ്ടോ? ഇപ്പൊ ഞാൻ പല കാര്യങ്ങളും വിമർശിക്കാറുണ്ട്. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നുണ്ടോ? ഇല്ല. ഞാൻ ഒരു സിനിമ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചുകൊണ്ട് ആ സിനിമ ഒരു പൂർണ്ണമായ ഒരു പരാജയമെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ടില്ല. നമുക്ക് ആർക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് സ്ഥാപിക്കാൻ നമുക്കൊരു റൈറ്റും ഇല്ല. നമ്മളാണ് ആ സിനിമ നാട്ടുകാർക്കല്ല ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് അല്ല. നമുക്ക് നമ്മുടെ നിലപാടേ വരാൻ പറ്റുള്ളൂ. ലോകത്തുള്ള എല്ലാവരുടെ നിലപാടും നമുക്കൊരു വരാൻ പറ്റില്ല. നമുക്ക് ആ വ്യക്തിയുടെ നിലപാടുകളോടെ വിമർശിക്കാൻ പറ്റും. JBI-TV എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ്. പുള്ളി ഈ ടോപ്പിക്ക് സംസാരിക്കുന്നുണ്ട്. സായി ജിഞ്ചർ മീഡിയയും പറയുന്നത് നമുക്കതൊന്ന് കണ്ടോ. JBനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ചിന്താഗതികളാണ് ഇയാൾ കൊണ്ടുനടക്കുന്നത്. സീക്രട്ട് ഏജന്റ് മൈത്രേയന് കണക്കിന് കൊടുത്തിട്ടുണ്ട്. ശേഖാര വർഷം തന്നെ അല്ലായിരുന്നോ? ജിത്തുബായുടെ ഒക്കെ ചില ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മൈത്രേയൻ ഇനി മൈക്കിന് മുമ്പിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിപാടിക്കും പുള്ളി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ടുള്ള ത്രാണിയും അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കണക്കിന് കൊടുത്തിരിക്കുന്നു. അഖിൽമാരാർ ശരിക്കും പറഞ്ഞാൽ സീക്രട്ട് ഏജന്റിനെയൊക്കെ കൂട്ടിയിട്ട് മൈത്രേയനെ വെല്ലുവിളിക്കാൻ വേണ്ടി പോകണമെന്ന് ഞാൻ പറയുന്നത്. പിന്നെ മൈത്രേയൻ പുറത്തിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാളുകളും കൂടെ പോയിട്ട് അങ്ങ് ഉപദേശിച്ചു കഴിഞ്ഞാൽ, ശേഖാര വർഷം നടത്തി കഴിഞ്ഞാൽ പുള്ളി പിന്നെ പരിപാടിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ ഈ മൈത്രേയന്റെ ഇന്റർവ്യൂവിൽ മൈത്രേയൻ ഈ സെക്സിനെ കുറിച്ചിട്ടൊന്നും പറയുന്നത് തന്നെ ഇല്ല. അയാളുടെ കുറെ രീതികളൊക്കെ പറയാണ്. ഇവന്മാരുടെ ജൽപ്പനത്തിൽ അങ്ങോട്ട് അയാളുടെ കഥകൾ അങ്ങോട്ട് മെനയാണ്. എന്തൊരു സെക്ഷൽ ഫ്രസ്ട്രേഷനടോ. സായിയൊക്കെ മറ്റേ ഈ സദാചാരം ഗുണ്ടായിസൊക്കെ വരുമ്പോഴത്തേന് വീഡിയോ ഇട്ട് ഇങ്ങനെ മാസ് കാണിക്കാറുണ്ടല്ലോ. ആ ആളുകൾ ഒഫൻഡഡ് ആവുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒഫൻഡഡ് ആയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാളുടെ ഒരു മൊറാലിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങളവിടെ വന്നിട്ട് അയാളെ അപവാദം പറയുന്നു, ഷെയിം ചെയ്യുന്നു, അയാളുടെ അമ്മയ്ക്ക് പറയുന്നു. ഇതേ രീതി തന്നെയാണ് ഈ സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത്. ഏതെങ്കിലും ആണും പെണ്ണും നിൽക്കുന്ന സമയത്ത് അവിടെ വന്ന് വൃത്തിയേട് പറയുന്നവന്മാരെ പോലെ റേഞ്ചേ ഉള്ളൂ നിങ്ങൾക്ക്. ലോകത്ത് ആർക്കും ഇല്ലാത്ത കുറെ കോൺസെപ്റ്റ് കൊടുത്ത് തലയിൽ വെച്ചിട്ട് അതിങ്ങനെ ഛർദ്ദിച്ച് കളയണം. ഇപ്പത്തെ ഒരു നമ്മളെ സോഷ്യൽ ഫാബ്രിക്കിന് വളരെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള കുറെ ചിന്താഗതികളാണ് ഇയാൾ കൊണ്ടുനടക്കുന്നത്. മൈത്രേയന്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈത്രേയനൊപ്പമുള്ള ആരാണോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കർ, അവർക്ക് ഒരു റെസ്പെക്റ്റും കൊടുക്കാറില്ല. സീക്രട്ട് ഏജന്റ് മൈത്രേയനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് ചിലപ്പോൾ ആദ്യത്തെ 1-2 സെന്റൻസ് കേട്ട സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് അയാളോട് തന്നെയാണോ പറയുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലേക്കുള്ള 1-2 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. ഈ മൈത്രേയൻ ഒരു പൊതുജന ശല്യമായിട്ട് കുറേയധികം ആളുകൾ കരുതുന്നുണ്ട്. സത്യമായിട്ടോ, നമുക്ക് ആരെയും വിമർശിക്കുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷേ വീട്ടിലിരിക്കുന്നവരെയൊക്കെ എന്തിനാണ് വെറുതെ എന്നത്തോടെ വലിച്ചടക്കുന്നത്? അവർ പറഞ്ഞ പർട്ടിക്കുലർ കാര്യം, ആ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വിമർശിക്കേണ്ടത്, ആ പോയിന്റ്. അല്ലാതെ വെറുതെ വന്നിട്ട് ചിലപ്പോൾ കമന്റ് ബോക്സിൽ കാണാം വന്നിട്ട് നീ ഏതാടാ മൈരേ ഗുണ്ണേന്ന്, ആ രീതിയിലുള്ള കമന്റ് ബോക്സിൽ ചിലർ വന്ന് കമന്റ് ഇടുന്നുണ്ട്. എന്തിന്? പറഞ്ഞ ടോപ്പിക് എന്താണ് നിങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്? അത് ശരിയല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. അല്ലാതെ ഒന്ന് തെറി വിളിച്ചിട്ട് പോയിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? എന്താ നേടുന്നത്? ഈ ന്യായീകരണ തൊഴിലാളികൾ, കമന്റുകൾ വെറുതെ വന്ന് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ റിയാക്ഷൻ ചാനലിലൊക്കെ ഇരുന്ന് ആൾക്കാർ പറയുന്നവരുടെ നേരം ഞാൻ റിയാക്ഷൻ ചാനലാണ് ചെയ്യുന്നത്, JB റിയാക്ഷൻ ചാനലാണ് ചെയ്യുന്നത്, സായി ചെയ്യുന്നുണ്ട്. പക്ഷേ JB എനിക്ക് കുറച്ചൊരു നല്ല രീതിയിലുള്ള ഒരു പ്രസന്റേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. സായിയൊക്കെ പലപ്പോഴും എന്താ പറയുന്നത് സായിക്ക് തന്നെ അറിയത്തില്ല പല കാര്യങ്ങളും.
ആ പോയിന്റിൽ നിന്ന് വിട്ടിട്ട് പേഴ്സണൽ ഹാരാസ്മെന്റിലോട്ട് പോകുന്നു. നമ്മൾ എന്തിനാണ് അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം ഇയാളുടെ കാര്യത്തിൽ, ഈ മൈത്രേന്റെ കാര്യത്തിലൊക്കെ വളരെ ഇങ്ങോട്ട് അവിടെ ഇരിക്കുന്നു, താടിയിലിങ്ങനെ പിടിക്കുന്നു, വലിഞ്ഞു മുറുകുന്നു, ഞരമ്പ് വലിഞ്ഞു മുറുക്കുന്നു, പ്രേമത്തിലെ പാട്ട് പോലെ വലിഞ്ഞു പുറകുന്നു, ജിത്തുബായി വലിച്ചു മുറുക്കാൻ കൂട്ടിക്കൊടുക്കുന്നു. ഇതിന് മൈത്രേ ഒരു പൊതുശല്യമായിട്ടാണ് പലരും കാണുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങേര് ഇവരുടെ എല്ലാം വീട്ടിൽ വന്ന് എല്ലാം പറയുന്നുണ്ടോ? അവരുടെ വീട്ടിൽ കയറി കിടക്കുന്നുണ്ടോ? ഇല്ല. അയാളെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾ ഉത്തരം കൊടുക്കുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം. അല്ല, പുള്ളി അവിടെ ചോദ്യമായിട്ട് വരുന്നില്ല. പുള്ളി സെക്സിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ ഞാനിവിടെ കേട്ടിട്ടൊന്നുമില്ല. ഈ വന്നിരിക്കുന്ന ആങ്കർമാർ, എല്ലാ ആങ്കർമാരും നല്ല ആങ്കേഴ്സ് നല്ല രീതിയിൽ അയാളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആങ്കർമാർക്ക് അറിയേണ്ടത് ഈ കുടുംബം പിരിച്ചു വിട്ടുന്നു കഴിഞ്ഞാൽ കുടുംബം വിട്ടു കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള മൈത്ര എന്ത് പരിപാടിയായി ചെയ്യുന്നുള്ളതാണ്. അതായത് തന്റെ ഭാര്യയായിട്ട് സെക്സ്, ഈ കുടുംബം പിരിച്ചു വിടുന്നത് സെക്സ് ക്രിയേഴ്സ് ചെയ്തു. അതിനുശേഷമുള്ള സെക്സ് എന്ന് പറയുമ്പോൾ അത് എത്ര പേര് എങ്ങനെയുള്ള രീതിയിലായിരുന്നു സെക്സ്, അത് എവിടെ വെച്ചാണ് ചെയ്തിരുന്നത്, എപ്പോഴൊക്കെയാണ് ചെയ്തിരുന്നത്, ഇതൊക്കെയാണ് ആങ്കേഴ്സ് എന്ന് പലർക്കും അറിയേണ്ടത്. അവിടെയാണ് പുള്ളി ഓഫൻഡ് ആകുന്നത്. സ്വാഭാവികമായിട്ടും പുള്ളി 72 വയസ്സുള്ള മനുഷ്യനാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ 72 വയസ്സുള്ള മനുഷ്യർക്ക് ഇത്രയും സംസാരിക്കാനുള്ള ഒരു ടാലന്റ് ഉണ്ടോ? വീട്ടിൽ നിന്ന് സംസാരിക്കുന്നവരല്ല പറഞ്ഞത്. ഇതുപോലൊരു ഇന്റർവ്യൂ വിളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കും അവർക്ക്. നമ്മുടെ മനുഷ്യന്റെ ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ, നേരത്തെ ഉണ്ടായിരുന്ന സൊസൈറ്റി, ഇനി ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് വ്യക്തമായ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. അവിടെ നിന്നാണ് 72 വയസ്സുകാരനായ മൈത്രേയൻ നമ്മളോട് സംസാരിക്കുന്നത്. സായിയെ സംബന്ധിച്ച് സായിയുടെ ഇരട്ടിപ്രായം ഉള്ള മനുഷ്യനാണ് അയാൾ. നമ്മൾ പല മനുഷ്യരും എൻ്റെ പറമ്പിന്റെ അതിര്, എൻ്റെ ചുറ്റുപാട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവരെ എങ്ങനെ ജീവിക്കും, എൻ്റെ ഭാര്യ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഞാൻ ഇല്ലാത്തപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തോണം, എൻ്റെ കുടുംബക്കാർ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അവരോട് ഞാൻ എങ്ങനെ പെരുമാറണം, അവരെന്നെ എങ്ങനെയാണ് കാണേണ്ടത്, ഇതൊക്കെ എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. നമ്മൾ ജീവിച്ചു വന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ്. നമ്മളൊരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിക്ക് ജീവിച്ചു വരുന്നത്. ഇന്ന സൊസൈറ്റി ഇങ്ങനെ ഒരു ചട്ടക്കൂടിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. എൻ്റെ മക്കൾ എന്താണ് പഠിക്കാൻ പോകേണ്ടത്, അവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, ഇതൊക്കെ ഇങ്ങനെ ഒരു പ്ലാനാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. പക്ഷെ ആ പ്ലാനുകളെല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ടുള്ള ലൈഫാണ് മൈത്രേയൻ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളായിട്ടുണ്ടാക്കിയ ചില ചട്ടക്കൂടുകളാണ്. അതായത് പറയുന്നത് സത്യമാണ്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കോ നിങ്ങൾക്ക് പറ്റില്ല. നമ്മൾ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും. ചെയ്യണമെന്നല്ല പറയുന്നത്, ചെയ്യണോ വേണ്ടതൊക്കെ ഉള്ള നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. മോശമാണെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞത് ശരിയല്ലല്ലോ, നല്ലതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, തെറി പറയേണ്ട ആവശ്യമില്ലല്ലോ, അയാളെ തള്ളക്കുന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ സൂബയുടെ കാര്യം വന്നപ്പം ഡോക്ടേഴ്സായ ചേട്ടൻ അനിയനും ഇസ്ലാം മത വിശ്വാസികളുണ്ട്. അവരോട് ഞങ്ങളുടെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളുടെ സൂബായിക്കെതിരെ പുരുഷനും സ്ത്രീ ഇടകല്ലെന്നുള്ള പരിപാടികൾ വരുമ്പം അത് DJ പാട്ടയിൽ വന്ന് അവസാനിക്കും. എന്ത് ചിന്താഗതിയോട്ടാ പോകുന്നു? ഒരു സ്കൂളിൽ അവർ വസ്ത്രധാരണം പോലും പ്രശ്നം അവർ പറയുന്നത്. തുണിയില്ലാതാണോ ഡാൻസ് കളിക്കുന്നത്? അല്ലല്ലോ. പെണ്ണുങ്ങൾക്ക് ഫ്രീഡം പാടില്ല, പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. അത് നാട്ടുകാരെല്ലാം കൂടെ പൊളിച്ചൊരു കൈ കൊടുത്ത് അങ്ങനെയുള്ള പ്രവർത്തനമൊന്നുമല്ല ഇവിടെ മൈത്രേയൻ ചെയ്ത. അയാളെ തെറി പറയാൻ അയാളെന്നെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, രാജ്യദ്രോഹിയാണ്. നമ്മൾ ഒരാളെ അങ്ങ് ആക്ഷേപിച്ച് പറയുമ്പം അയാൾ പറയുന്ന അയാളുടെ ആശയങ്ങളാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ യോജിക്കാം, താല്പര്യമില്ലെങ്കിൽ വിയോജിക്കാം. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇയാളെ പോലെ ഉള്ള ആൾക്കാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. നമുക്കത് ചിന്തിക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യം, നമ്മുടെ ഒരു പ്ലാൻഡ് സൊസൈറ്റി, നമുക്ക് ടൈം ടേബിൾ ഉണ്ട്, ഇന്ന സമയത്ത് ചെയ്യാം. ആ ടൈം ടേബിളൊക്കെ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മളിൽ വലിയ വിഭാഗം ജനം കാണുന്നത് ഒരു സെലിബ്രിറ്റി തന്റെ പേര് റോഡിന് വരിക, അല്ലെങ്കിൽ തന്റെ പേര് ബസ് സ്റ്റോപ്പിനൊക്കെ വരിക, ഒരു മൊമെന്റം കിട്ടുക, വലിയ സംഭവമായിട്ട് നമ്മൾ കാണുന്ന മനുഷ്യന്റെ ഒരു ചുറ്റുവട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളതിനെയൊക്കെ വലിയ ഒരു ക്രെഡിബിലിറ്റി ആയിട്ട് നമ്മൾ കാണുന്ന. നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ആർക്കും മതമുണ്ടോ? ഇല്ലല്ലോ. ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മതവും നമുക്ക് സൊസൈറ്റിയൊക്കെ വരുന്നത്. മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മതവും ഇല്ല, ഒന്നുമില്ല. ഗുജറാത്തിൽ ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉണ്ടായി. അതിനകത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ എരിഞ്ഞു പോയില്ലേ? എന്ത് ചെയ്യും? ദൈവങ്ങളൊക്കെ എവിടെ പോയി? മതത്തിന്റെ സാറുമാരൊക്കെ എവിടെ പോയി? അന്യമതസ്ഥരുടെ കൂടെ കിടന്നല്ല മരിച്ചത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ ഇതിൽ മാത്രം ചിന്തിക്കുന്നുണ്ടോ നമുക്ക് ആ പ്രശ്നം വരുന്നത്. ഞാൻ എല്ലാവരും അല്ലേ പറഞ്ഞ ഒരു വിഭാഗം നേരത്തെ പറയുന്നത്. അയാൾ പറയുമ്പോൾ നമ്മൾ താല്പര്യം ചിന്തിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് അടിച്ചു വിടുക. അയാളൊരു പൊതുശല്യമായിട്ട് അങ്ങ് മുദ്ര കുത്തുകയാണ്. അയാളെ സെക്സിനെ കുറിച്ചാണ് പറയുന്നത്. അയാളവിടെ സെക്സിനെ കുറിച്ച് പറയുന്നത്, സെക്സിനെ കുറിച്ച് പറയിക്കാൻ ശ്രമിക്കുന്ന ആങ്കേഴ്സ് ആണ്. എല്ലാ ആങ്കേഴ്സും അല്ല, ഒരു വിഭാഗം ആങ്കേഴ്സ് പലതരത്തിൽ ചെയ്യാൻ തുടങ്ങി 50 വർഷമായി. അപ്പോൾ അത്രത്തോളം കേരളത്തിനെയും കേരളത്തിലെ ജനതയും
ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ എനിക്ക് അറിയാവുന്ന ഞാൻ എന്തായാലും പോകാത്തൊരു ജില്ലയില്ല. പിന്നെ എനിക്ക് പോകാത്ത ഗ്രാമങ്ങളുണ്ട്. അതല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുവിധമുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആളുകളെ അറിയാം, ജനതയെ അറിയാം, അവരെല്ലാം എന്താണെന്ന് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു അറിവുണ്ട്. അത് മനുഷ്യരെ നേരിട്ട് അറിയുന്ന അറിവുകൾ. പിന്നെ ഞാനൊരു 4 ദിവസം കൂടുമ്പോൾ പുതിയ ആരെങ്കിലും വീട്ടിലല്ലേ താമസിക്കുന്നത്. അത്രത്തോളം മനുഷ്യരെ നേരിട്ട് അറിയുന്ന ഒരാളാണ്. ഞാൻ അതിനിടയിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. അയാള് പല വീടുകളിലും താമസിക്കേണ്ടി വരുന്നല്ലോ. അയാളെ ചിന്താഗതികൾക്ക് അനുസരിച്ച് ജീവിച്ചോ പോരുന്ന ആളുകളെ കൂടെ അല്ലേ ഇയാള് താമസിക്കുന്നത്? അല്ല 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 അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ റാൻഡംലി അയാൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അക്കോമഡേറ്റ് ചെയ്യാം. അയാൾ അവിടെ പോയിട്ട് അവരുടെ രീതിയിലേക്ക് മാറി ജീവിക്കുന്നതാണ് അയാൾ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മൈത്രേയൻ ഹാവ് ഗിവൻ 0 കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി. മനസ്സിലായോ? കാരണം ഇത്രത്തോളം ഉപദേശം തരുന്ന ഒരാളല്ലേ. ഞാൻ നേരത്തെ അതിന്റെ അടുത്ത് അതാ ചോദിക്കാൻ കാരണം, ഇയാൾ എന്താണ് നമ്മുടെ നാടിന് വേണ്ടി ചെയ്തത്? ഈ കാലഘട്ടത്തെ കുറിച്ചും സൊസൈറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നമ്മൾ അവരെന്ത് കോൺട്രിബ്യൂഷൻ ചെയ്തെന്നുള്ള രീതിയിലാണോ? അപ്പൊ അയാളെ വീട്ടിലോട്ട് വിളിക്കുന്ന ആൾക്കാർ അയാൾ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് തോന്നിയവരായിരിക്കും. അതിന് നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നിങ്ങളാരും നിങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നിങ്ങളുടെ വീട്ടിലോട്ടാണോ കയറി വന്നത്? അയാളെ ക്ഷണിച്ച ആളുടെ വീട്ടിലോട്ടല്ലേ കയറിച്ചിരുന്നു. അപ്പം സമൂഹത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് അവർ തുടക്കം കുറിച്ചു. അതാണ് അതിന്റെ സത്യാവസ്ഥ. എന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ സമൂഹത്തിന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാൻ വേണ്ടി? ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. ഇപ്പൊ സായി എന്താ, സായിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. ജെബി എന്താ, ജെബിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. അതാണുള്ള റിയാക്ഷൻ ചാനലിൽ പലരും വന്ന് സംസാരിക്കുന്ന കാണാമല്ലോ. ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിന് എന്ത് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെ സമൂഹത്തിന് നല്ല ചെയ്തവരുണ്ട്, സമൂഹത്തിന് ഒന്നും ചെയ്യാത്തവരുണ്ട് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അവരുടെ പ്രവർത്തകർക്ക് അവരുടെ രാഷ്ട്രീയ നേതാക്കൾ സമൂഹത്തിൽ എന്നും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പ്രതിപക്ഷത്ത് നിൽക്കുന്നവർക്ക് ഒന്നും ചെയ്യുന്നില്ല. അവർ ഭരണപക്ഷത്തിൽ വരുമ്പോൾ ചെയ്യുന്നവരാണ്. ഒരു സിനിമ നടന്റെ ആൾക്കാർ ആരാധകർ പറയും അയാള് നാടിന് വേണ്ടി എല്ലാം ചെയ്യുന്നു. എതിർഭാവം പറയും നാടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയും. ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളത് ഡിപ്പെൻസ്. അത് മറ്റുള്ളവരിലോട്ട് എത്തുന്ന പോലെ ഇരിക്കും. ഇപ്പൊ ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് ചെയ്തതായിട്ട് തോന്നുന്നില്ല, ചിലർക്ക് അത് തോന്നുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വിവേചന ബോധമാണ്. എല്ലാവരും ഒരേ മാനസികാവസ്ഥയല്ല. എന്റെ മാനസികാവസ്ഥയല്ല നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ മാനസികാവസ്ഥയല്ല മറ്റുള്ളവരുടെ മാനസികാവസ്ഥ, വ്യത്യസ്തമാണ്. അപ്പൊ ഓരോരുത്തർ കേൾക്കുന്ന വിഷൻ, കാണുന്ന വിഷൻ ഒക്കെ എൻ്റയർലി ഡിഫറെന്റ് ആണ്. മൈത്രേയൻ പറഞ്ഞ കാര്യങ്ങൾ ചിലർക്ക് അത് അക്സെപ്റ്റബിൾ ആയിരിക്കും, ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഭയങ്കര റിലീജിയസ് ആയിട്ട് സൊസൈറ്റി നിൽക്കുന്ന ആൾക്കാര്, തന്റെ ഭാര്യ, തന്റെ കുടുംബം, തന്റെ മക്കള്, എന്റെ വീട്, എന്റെ കാറ്, ഞാൻ 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 എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത് അസ്വസ്ഥപ്പെടുത്തും. ഈ മൈത്രേയൻ കഞ്ചാവിനെ കുറിച്ച് MDMA കുറിച്ചൊക്കെ പറയുമ്പോൾ അത് നിരോധിക്കുന്നതിൽ അർത്ഥമില്ല. അത് നിയന്ത്രിതമായ ആളുകൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കാനാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയുന്നുണ്ട് പണ്ട് ചാരായം AK ആന്റണി ഉണ്ടായിരുന്ന നിവേദനം എഴുതി കൊടുത്തിരുന്നു, ചാരായം നിരോധിക്കില്ല, അത് നിയന്ത്രിതമായിട്ട് ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ എത്രയോ സ്ഥലങ്ങളിൽ ഈ MDMA മറ്റൊക്കെ ആൾക്കാർക്ക് ഉപയോഗിക്കാം. പക്ഷേ നിയന്ത്രിതമായിട്ട് ഇപ്പൊ മലേഷ്യയിൽ, സിംഗപ്പൂർ എനിക്ക് തോന്നുന്ന അവിടെ നിയന്ത്രിതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആൾക്കാർ ഇത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വന്നു തുടങ്ങിയപ്പം അവരിപ്പോ അത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ എന്തോ കുറച്ചുകൂടെ എന്തോ റെസ്ട്രിക്ഷൻസ് അവർ വെച്ചിട്ടുണ്ട്. അതൊരു പുതിയ ആശയമാണ് ഈ ഇത്രയും പറയുന്നത്. ചിന്തിച്ചതിനെ കുറിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കാലഘട്ടം മാറിപ്പോയി. നമ്മൾ എന്തിനെ നിയന്ത്രിക്കുന്നു പുള്ളി പറയുന്ന പോലെ. അപ്പൊ അതിന്റെ സാധനം ഒളിവിൽ കൊടുക്കാൻ തുടങ്ങും. ഇതിപ്പോ നമുക്ക് മദ്യം ബിവറേജ് ഷോപ്പിൽ കൊടുക്കുന്നു. നാളെ മുതൽ ബിവറേജ് ഷോപ്പ് എല്ലാം അടച്ചു, ഇനി ബിവറേജ് ഷോപ്പ് ഇല്ല, മദ്യമില്ല, മദ്യവിമുക്ത കേരളം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ മദ്യം കുടിക്കുന്നവർ എന്ത് ചെയ്യും? രഹസ്യമായിട്ട് എവിടെയെല്ലൊക്കെ മദ്യം എത്തും, അത് മേടിക്കും, അടിക്കും. അപ്പൊ എന്ത് പറ്റും? ഇതിന്റെ പേരിലുള്ള തമ്മിൽ തല്ലുമ്പോൾ ഒളിവിൽ കൊടുക്കുന്ന, മേടിക്കാൻ ചെല്ലുന്നു, ഇത് മേടിച്ചതിന്റെ പേരിലുള്ള പൈസയുടെ പ്രശ്നങ്ങൾ, വില കൂടും. ഇന്നിപ്പം 1000-നും 2000-നും കൊടുക്കുന്ന കുപ്പി ചിലപ്പോൾ കൂട്ടുന്നിരിക്കും. അപ്പം സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നവൻ ആ എമൗണ്ടിൽ അവന് മേടിക്കാൻ വരുമ്പോൾ അവന്റെ പൈസയിൽ നിന്ന് അവൻ എന്ത് ചെയ്യും? കാട്ടും മോട്ടിച്ചും കൊലപ്പെടുത്തിയൊക്കെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് കൊണ്ട കൊടുത്ത് മേടിച്ച് മദ്യം ഉപയോഗിക്കാൻ നോക്കും. അങ്ങനെ പ്രശ്നം വരും. നമ്മളിവിടെ നിയന്ത്രിതമായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് പറ്റുന്നത്. സിഗരറ്റ് പൊതു സ്ഥലത്ത് വലിക്കില്ല എന്ന് വെച്ചാൽ ഒളിഞ്ഞു മാറി എന്ന് വലിക്കുന്നതിന് കുഴപ്പമില്ല എന്നൊരു ധ്വനിയുണ്ട് അതിനകത്ത്. സിനിമകൾ എഴുതി പോകുമ്പോൾ മദ്യം ഉപയോഗിക്കില്ല, ആരോഗ്യത്തിന് ഹാനികരം, സിഗരറ്റ് വലിക്കുന്ന എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ സമൂഹം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഈ കുപ്പി കിട്ടുമ്പോൾ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. സിഗരറ്റ് മേടിക്കുമ്പോൾ അത് എഴുതി വെച്ചിട്ടില്ലേ, വിൽക്കുന്നില്ലേ? അതുപോലെ ഇതിനെ നിയന്ത്രിതമായിട്ട് ആളുകളോട്ട് കൊടുക്കാൻ പറ്റണം എന്നാണ് പുള്ളി വെക്കുന്നത്. അതിനോട് യോജിക്കുന്നവർ കാണും, വിയോജിക്കുന്നവർ കാണും. എനിക്ക് ആശയം കേട്ടിട്ട് അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. രാസലഹരി ആകുമ്പം കഞ്ചാവ് പോലെ അല്ലല്ലോ എന്ന് ഞാൻ ഇനി ചിന്തിച്ചു. കഞ്ചാവ് പോലെ സപ്ലൈ ചെയ്യാൻ പറ്റിയ വസ്തുവാണോ MDMA? MDMA കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ജനം ജീവിക്കില്ല, അവർ പെട്ടെന്ന് ഡേഞ്ചറിലോട്ട് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
എന്ന് വെച്ചുകൊണ്ട് മൈത്രേയൻ പറഞ്ഞത് ഞാൻ അങ്ങയുടെ തന്തയ്ക്കും തലയ്ക്കും തെറി വിളിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്ക് അവരുടെ വിയോജിപ്പ് പ്രവർത്തിക്കാം. ആ മൈത്രേയൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അതൊരു ശരിയായ നടപടിയല്ലല്ലോ. എന്താണ് അങ്ങനെ ഒരു ആശയത്തിലോട്ട്? അത് തെറ്റായ സന്ദേശമല്ലേ ജനങ്ങളിലോട്ട്? അങ്ങനെയുള്ള ആശയങ്ങൾ വെക്കുന്നത് യോജിക്കാൻ പറ്റുന്നല്ല. അത് സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മൈത്രേയൻ പറയുന്നെങ്കിലും അതൊരു അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മ കൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു പക്ഷേ അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ലായിരിക്കാം എന്നൊക്കെ എനിക്ക് പറയാം. ഇതിന് തന്നൊക്കെ നൽകാൻ പറ്റുന്നത് ഉണ്ടാക്കിയതിന്റെ കണക്കിലൊക്കെ നമ്മളെന്തിനാ പറയുന്ന? നമ്മളായ പുള്ളിയുടെ അച്ഛന്റെ അമ്മയുടെ ഉണ്ടാക്കിയതിന്റെ കണക്കൊക്കെ പറയാൻ നമുക്കറിയാവോ? ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളാണോ തീരുമാനിക്കുന്നത്? അതെന്താ ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം APJ അബ്ദുൽ കലാം ഇല്ലേ? APJ അബ്ദുൽ കലാം മിസൈൽ മാൻ, അദ്ദേഹത്തിനെ കുറിച്ച് ഇയാൾ പറഞ്ഞെന്താ അറിയോ? വളരെ മോശമായ കാര്യങ്ങളാണ് ഒരു ഇന്റർവ്യൂവിനകത്ത്, കഴിഞ്ഞ ഇന്റർവ്യൂവിനകത്ത്. അതായത് APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യക്ക് തന്ന കോൺട്രിബ്യൂഷൻസ് ഇല്ലേ, അതിനൊക്കെ ഒരുമാതിരി പറ്റങ്ങട്ട് ഷെയിം ആക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇയാൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോണ്ടല്ലോ നീ എന്താ ചെയ്തെന്നുള്ളൊരു ചോദ്യം ആ സമയത്ത് വളരെ കറക്റ്റ് രാഹുൽ ഈശ്വർ ചോദിച്ചത് നിങ്ങൾ എന്ത് കോപ്പാണെന്നുള്ളതാണ്. നീ ആരാ? അതായത് തനിക്ക് എന്താണ്, നീ എന്ത് ചെയ്തിട്ടാണ്? വയസ്സുകൊണ്ട് മാത്രമാണ് പല ആങ്കേഴ്സും ഉണ്ട് തിരിച്ചൊന്നും പറയാതെ പൊട്ടിക്കാതെ വിടുന്നത്. കാരണം APJ അബ്ദുൽ കലാമിനൊന്നും പറയാൻ മാത്രം മൈത്രേയൻ എന്ന് പറഞ്ഞിട്ടുള്ള മൈത്രേയനൊന്നും ആയിട്ടില്ല. ആരും അല്ല മൈത്രേയൻ. സായി ഇന്ന് ഇന്ത്യയിലല്ല ജീവിതം. നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സായി പഠിച്ചു നോക്കണം. നമുക്ക് വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട് മാന്യമായ രീതിയിൽ. തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചല്ല, സല്ലണം അങ്ങനെയുള്ള ഭാഷാ പ്രയോഗത്തിലൂടെ അല്ല വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായ രീതി. ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ്? മിസൈൽ മാൻ. നിങ്ങളുടെ മിസൈൽ അയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുക എന്നാണ് ചെയ്യുന്നത്. പറ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും എന്താണ് മഹാനായ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇരട്ട പേരാ മിസൈൽ മാൻ. അത്രയും ദ്രോഹമൊന്നും ഒരു കഞ്ചാവ് വലിച്ചവനും ചെയ്തിട്ടില്ല. ഈ മൈത്രേയന് പ്രത്യേകിച്ച് പണ്ടിരിക്കുന്ന ആളോട് പ്രത്യേകിച്ച് യോജിപ്പൊന്നുമില്ല. പുള്ളി ആരെന്നുള്ളും അറിയാൻ മേലാണ് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന, വിളിച്ചു വരുത്തുന്നു, ഇരിക്കുന്നു. ഓരോരോ ടോപ്പിക്കിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഈ അബ്ദുൽ കലാം ചോദിക്കുന്നത്. പുള്ളിക്ക് പ്രത്യേകിച്ച് അബ്ദുൽ കലാം ആണെങ്കിലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും പ്രത്യേകിച്ച് ഒരു ആരാധനയോ അങ്ങനെയൊന്നും പുള്ളിക്കില്ല. അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് ചോദിക്കാൻ പുള്ളി എന്ത് നേട്ടമാണ് പുള്ളി ചിലപ്പം ചോദിച്ചെന്നിരിക്കും. ഇതാണ് പുള്ളിയുടെ സംസാര രീതി. പുള്ളി ചോദിക്കുന്നതൊക്കെ മനുഷ്യനായ നമ്മൾ സൃഷ്ടിക്കുന്നു, നമ്മുടെ നേട്ടങ്ങളെന്ന് പറയുന്നു. അങ്ങനെ ഒരു നേട്ടമാണോ? നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നേട്ടമാണോ? നമ്മൾ വെച്ച് ചെറിയൊരു റൗണ്ട് തന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുവാണ് നമ്മൾ ചെയ്യുന്ന ആണ് വലിയ പുണ്യം, നമ്മൾ ചെയ്യുന്ന വലിയ നേട്ടം, നമ്മൾ ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. ആരെയും വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ തെറിവിളിയാവല്ലോ, മാന്യമായിട്ട് പറയാം, ഒരു പ്രശ്നവുമില്ല. ഇപ്പം എനിക്കിപ്പോ നരേന്ദ്രമോദിയോട് വിയോജിപ്പുണ്ടെന്ന് പറയാം. പിണറായി വിജയനോട് വിയോജിപ്പുണ്ടെന്ന് പറയാം. ഈ നരേന്ദ്രമോദിയോട് യോജിപ്പുണ്ടെങ്കിൽ യോജിപ്പുണ്ടെന്നും പറയാം. അതൊക്കെ എന്റെ ഇഷ്ടമാണ്. നമുക്ക് ആരെയും വിമർശിക്കാം. കുടുംബം പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ ചോദ്യം തന്നെ അങ്ങനെ ഉണ്ടാകുന്നത്. ഞാൻ ജയശ്രീ തമ്മിലുള്ള ബന്ധത്തിനകത്താണ് ആ കുടുംബം പിരിച്ചുവിട്ടത് എന്ന് വിചാരിച്ച് ജയശ്രീയെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കി. ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. കുടുംബത്തിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് തീർന്നു എന്നുള്ളതാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോ ആൾക്കാരത് ഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. ഇയാൾ ഈ കുടുംബം പിരിച്ചുവിട്ടു എന്നൊക്കെ പറയുന്നല്ലോ. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ശരിക്കും കുടുംബം ഭാര്യ ഭർത്താവ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് കല്യാണം കഴിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലിവിംഗ് ടുഗദർ ആയിരുന്നു ഇവരുടെ റിലേഷൻ. പിന്നെ എങ്ങനെ പിരിച്ചുവിടാൻ പറ്റി? ഇയാളല്ല സ്കൂൾ പിരിച്ചുവിട്ടു എന്നുള്ള പോലെയാണ് കുടുംബം പിരിച്ചുവിട്ടു. എന്ത് കുടുംബം പിരിച്ചുവിടാൻ? കുടുംബം ഉണ്ടെങ്കിലല്ലേ പിരിച്ചുവിടാൻ പറ്റും. കുടുംബം ഇല്ല, ഒരു ലിവിംഗ് ടുഗദർ റിലേഷൻ, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പിരിച്ചുവിട്ടു എന്ന് ഇയാൾ ഇത്ര പറയുന്നുണ്ടല്ലോ, അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ നാട്ടുകാർ എന്താ വിചാരിക്കുക? സെപ്പറേറ്റഡ് ആയിട്ട് പോകും അല്ലെ, അങ്ങനെ വിചാരിക്കുക. പക്ഷെ ഇവരിപ്പോഴും 10-15 കൊല്ലമായിട്ട് ഒപ്പം ഒരു വീട്ടിലാണ് ജീവിക്കുന്നത്. പക്ഷെ പിരിച്ചുവിട്ടു. അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താന്നുള്ളത് നമ്മൾ ഇൻഡെപ്ത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിയില്ലാന്ന് പറയുന്നത്. ഞാൻ പറയുമ്പോ എങ്ങനെ അറിയോ, ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ, ഒരു വ്യക്തിയിൽ, ഒരു സിറ്റുവേഷനിൽ നമുക്ക് താല്പര്യം നഷ്ടപ്പെട്ട കട്ട് ഇറ്റ് ഓഫ് ആൻഡ് മൂവ് ഓൺ. മനസ്സിലായോ? മാറിപ്പോവുക. പിന്നെ അവിടുന്ന് പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. വി ഹാവ് നോ കമ്മിറ്റ്മെന്റ്സ്. പക്ഷെ ഇയാൾ എന്താ പറയുന്നത്? എനിക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല. കമ്മിറ്റ്മെന്റ് കുട്ടി ഉണ്ടാവുന്നവരേ, കുട്ടീനെ വളർത്തുന്നത് വരെ ഉള്ളൂ. ഞാൻ ആ ബന്ധം മുറിച്ചു, പക്ഷെ ഭാര്യ എന്റെ ഒപ്പം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇയാൾ പറയുന്ന ആ കമ്മിറ്റ്മെന്റ് തീർന്നിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വ്യക്തിയോടോ ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ആ കമ്മിറ്റ്മെന്റ് നമ്മൾ മാറിക്കഴിഞ്ഞാൽ, നമുക്ക് അതിന്റെ താല്പര്യം നഷ്ടപ്പെട്ട ആ കമ്മിറ്റ്മെന്റ് ഒഴിവായ പിന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്യണം. അല്ലാതെ പിന്നെ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിന്നിട്ട് ഞാൻ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞാൽ ഞാനിവിടെ നിൽക്കും, അത് എന്റെ മറ്റേ പവറാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതൊക്കെ ചുമ്മാ ആൾക്കാരോട് വന്നിരുന്നിട്ട് വായ്ത്താളടിക്കാൻ പറ്റും. ഇയാളുടെ തോട്ട് MDMA-ലും കഞ്ചാവിലും മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അല്ലാത്ത കാര്യത്തിലൊക്കെ ഇയാൾ പിന്നോട്ടാണ്. അവിടെ തന്നെ ഇരിക്കുകയാണ്. അയാളുടെ ഈ ലഹരി ആയിട്ടുള്ള തോട്ട് മാത്രമാണ് ഇയാൾ മുന്നോട്ട് വെക്കുന്നത്. ബാക്കി തോട്ടൊക്കെ ഇയാൾ പിന്നിക്കാൻ പോകണം. ഈ പിരിച്ചുവിട്ടവരും രണ്ടുപേരും കൂടെ എങ്ങനെയാണ് ഈ ഒന്നിച്ച് നടക്കുന്നതെന്നൊക്കെ പറയണ്ടേ? സായിക്കൊന്നും കോമൺ സെൻസ് ഇല്ല, അല്ലെ? കോമൺ സെൻസ് ഇല്ലാത്തതായിട്ട് സ്വയം തീരുമാനിച്ചിട്ട് സംസാരിക്കുന്നതാണോ എന്നറിയത്തില്ല.
കുടുംബം പിരിച്ചുവിട്ടെന്ന് എന്താ മനസ്സിലാക്കാൻ? ഇയാള് വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, മകളെ വളർത്താൻ വേണ്ടി ഇത്ര നാൾ വരെ ഒരുമിച്ച് നിന്ന് കാണും, മകളുടെ ഒരു ഗ്രോയിങ് ടൈം ആയതുകൊണ്ട് കുട്ടിക്കുള്ള കെയറും അതൊക്കെ കിട്ടാൻ വേണ്ടി ഒരുമിച്ച് നിന്നു. അതിനുശേഷം മകൾക്ക് പ്രായപൂർത്തിയായപ്പം അതിനെ കുടുംബം പിരിച്ചു വിട്ടു. പക്ഷെ വൈഫുമായിട്ടുണ്ട്. ഈ കുടുംബം പിരിച്ചു വിട്ടിട്ട് ഇപ്പം ഭാര്യ, എൻ്റെ മക്കള്, ഭാര്യ എന്നുള്ള വസ്തുതയാണ്. പുള്ളി ഭാര്യയെ ഒരു സുഹൃത്തായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അയാളുടെ ഇഷ്ടം, അയാൾക്ക് സാധിക്കുന്നുണ്ട്, വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്തെ പല സ്ത്രീകളും പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഭാര്യ എന്നുള്ള പേരിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പല സ്ത്രീകൾക്കും അതിനോട് വിയോജിപ്പുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആളുകളോട് പബ്ലിക്കിനോട് സംസാരിച്ച് അത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അത് ചെയ്യണോ വേണ്ടെന്നുള്ള എൻ്റെ ഇഷ്ടം. ഈ കേട്ടിട്ട് അതുപോലെ ചെയ്യണോ വേണ്ടെന്നുള്ള നിങ്ങളുടെ ഇഷ്ടം. അത് അയാൾ ചെയ്യുന്ന കാര്യം മോശമാണെന്ന് സ്ഥാപിക്കാൻ നമുക്കെന്താ റൈറ്റ് ഇരിക്കുന്നത്? അയാളെ കല്യാണം കഴിച്ചില്ല, ലിവിങ് ടൂത്തോടെ പോയി മകളെ വളർത്താൻ വേണ്ടിയല്ലേ പുള്ളി കുടുംബം അത്ര നാളെ പുള്ളി കണക്ട് ചെയ്ത് വെച്ചോണ്ടിരുന്നു. അതിനുശേഷം പുള്ളി പറയുന്നുണ്ട്, കിളികളാണ് മുട്ടയിട്ട് കുഞ്ഞ് വിരിഞ്ഞ് കഴിയുമ്പം കൂട് കളഞ്ഞു പോകുന്നു. എല്ലാ ജീവജാലങ്ങളും മൃഗങ്ങളെടുത്താൽ അങ്ങനെ തന്നെ ചെയ്യുന്നത്. മനുഷ്യൻ മാത്രം ഇങ്ങനെ ചെയ്യുന്നു. നമ്മളൊരു സൊസൈറ്റി ഉണ്ടാക്കി, നമ്മുടെ കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിന്റെ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ കല്യാണം കഴിപ്പിക്കണം എന്ന് വരെ പ്ലാൻ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. എല്ലാവരും വലിയ വിഭാഗത്തെയാണ് ഞാൻ പറഞ്ഞത്. പിള്ളേർക്ക് അതിനകത്ത് ഫ്രസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ചോദിക്കുമ്പോൾ കുട്ടികളുടെ വായുന്നത് നമുക്ക് കിട്ടുന്നുണ്ട് പലപ്പോഴും. ഈ ലിവിങ് ടുഗദറായിട്ടുള്ള കപ്പിൾസിന് കുട്ടികളുണ്ടായ കുട്ടികളാണ്, അത് കുടുംബമാണ്. അത് സായി അംഗീകരിക്കുന്നില്ലായിരിക്കും, അത് സായിയുടെ ഇഷ്ടം. പക്ഷെ സമൂഹം അംഗീകരിക്കുന്നുണ്ട്. അതൊരു മോശം കാര്യമല്ല. ഇന്ന് ഒത്തിരി ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എല്ലാവരുടെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണ്ടേ? കുടുംബത്തിന് നമ്മൾ ഡെഫിനിഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരുപാട് ഡിവോഴ്സ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. സിംഗിൾ പേരൻസ് ഒരുപാട് ആൾക്കാരുണ്ട്. അച്ഛൻ മാത്രമുള്ള മക്കളുണ്ട്, അമ്മ മാത്രമുള്ള മക്കളുണ്ട്. അവരൊക്കെ ഇപ്പൊ എന്താ വേണ്ടത്? ഇന്ന് നടക്കുന്ന വിവാഹ ജീവിതത്തിനകത്തൊരു മോർ ദാൻ 60% ഡിവോഴ്സ് ആണ്. ചില കേസുകളിൽ ഡിവോഴ്സ് ആകാതെ അവർ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. പല വീട്ടിലും ഭാര്യ ഭർത്താക്കന്മാർ 2 കട്ടിലാണ് കിടക്കുന്നത്, ഒരു മുറിയിൽ. ചിലർ 2 മുറിയിൽ കിടക്കുന്നവരുണ്ട്. സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇന്നിപ്പം സമൂഹത്തിനോട് വെട്ടും കുത്തും, ഭാര്യ ഭർത്താവിനെ കൊന്ന്, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭർത്താവിന്റെ അവിഹിതം ഭാര്യയുടെ അവിഹിതം, ഭാര്യയുടെ ബെസ്റ്റി ഭർത്താവിന്റെ ബെസ്റ്റി, ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്, ഫേസ്ബുക്ക് ഫ്രണ്ട്, മറ്റ് പുതിയ പല ആപ്പുകളുണ്ട്. എന്താണ് കുടുംബം? അതുകൊണ്ട് നമ്മൾ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്ത് എന്ത് നല്ല രീതിയിൽ ജീവിക്കുക, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതി, മറ്റുള്ളവർക്ക് അസ്വസ്ഥപ്പെടുത്താത്ത രീതിയിൽ നമ്മുടെ പങ്കാളിക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ വലിയ വലിയ കുടുംബ ആശയങ്ങളും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും ഇപ്പം നിലനിൽക്കില്ല. പ്രയാസമാണ്. കുടുംബത്തിലെ പങ്കാളി നിൽക്കില്ല. നമുക്കൊന്നും ചിലപ്പോൾ ഇത് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. എനിക്കോ ജേബിക്കോ സായിക്കോ ഒക്കെ പറ്റണം നിർബന്ധമില്ല. നമുക്കത് നമ്മളിങ്ങനെ ആലോചിക്കാം. ഇങ്ങനെ ഇതെന്താ പുള്ളി ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ഞാനൊക്കെ ആലോചിക്കും. സായി അപ്പം അയാൾ അച്ഛനും അമ്മയും പറയാൻ പോകും, ഉണ്ടാക്കിയ കണക്ക് പറയാൻ പോകും. മൈത്രേന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള എല്ലാ കാലത്തും ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അത് മനസ്സിലാവും. അത് മൊത്തം കേൾക്കാതെ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ കേട്ടിട്ട് നമ്മൾ ചുമ്മാ വന്നിട്ട് ഞാൻ ഇതിനോട് വിമർശിക്കുന്നുണ്ട് അങ്ങയുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചുകൊണ്ട് എന്ത് നേടാൻ വേണ്ടിയാണ്? ഈ ഭാര്യ എന്ന് പറയുന്ന ഒരു റോള് ചെയ്യുന്നൊരു വ്യക്തി. ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുക, മക്കളുടെ കാര്യം നോക്കുക, ഭർത്താവിന്റെ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ നോക്കുക എന്നൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഒരു നോർമലി നടക്കുന്ന കാര്യം. നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന സ്ത്രീകളോട് നിങ്ങൾ ചോദിച്ചാൽ ഒരു 75% അൺസാറ്റിസ്ഫൈഡ് ആണ്. പേഴ്സണലി ചോദിച്ചാലേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഭർത്താവ് ചോദിച്ചാൽ ചിലപ്പം പറയണമെന്നില്ല, വീട്ടിലുള്ളത് ചോദിച്ചാൽ പറയണമെന്നില്ല. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇന്നിപ്പം പല പെണ്ണുങ്ങളും കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ഭാര്യ എന്ന് പറയുന്ന ചട്ടക്കൂടിലോട്ട് കയറിയിരിക്കാൻ കുടുംബത്തിലെ ഭാര്യ, മക്കളുടെ അമ്മ, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്നയാൾ, ഭർത്താവിന്റെ മാതാപിതാക്കളെ നോക്കുന്ന, പ്രൊട്ടക്ട് ചെയ്യേണ്ട, ഭർത്താവില്ലാത്തപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഭാര്യ എന്ന് പറയുന്ന വലിയൊരു സങ്കല്പം ഏറ്റെടുക്കാൻ ഇന്നിപ്പം സ്ത്രീകൾക്ക് താല്പര്യമില്ലാതായിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നവർക്കും അതിനെക്കുറിച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ടുള്ളവർക്ക് അറിയാം. അതൊന്നും അറിയാൻ മേലാതെ വന്ന് ഡയലോഗ്സ് കടിച്ചു നിൽക്കുന്നു, ദേഷ്യം വരുന്നു. ജിത്തുബായി അത് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. നമുക്ക് പറ്റുമെന്നുള്ളത് വെച്ചാൽ ഇനിയിപ്പോൾ എനിക്ക് പറ്റത്തില്ല, നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പറയുന്ന ആൾ മോശക്കാരനാക്കുന്നത് എന്തിനാണ്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നുണ്ടോ? നമ്മളാണോ കോടതി? നമ്മൾ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ചില കാര്യങ്ങളല്ലേ നമ്മുടെ പൂർവികരെ പോലെ ഇങ്ങനെ വന്നിരിക്കുന്നത്. അത് മോശമാണോ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അതാണ് മൈത്രനെ പോലെയുള്ള ആൾക്കാർ കീറി മുറിച്ച് പറയുന്നത്. ശരിക്കും ഇല്ലാതാവുന്ന എന്താ? റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഇല്ലാതാവലാണോ പിരിച്ചുവിടൽ എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല, രണ്ടുപേര് ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. അത് തീർന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവര് കുട്ടികളെ വളർത്തി തീരത്തില്ല. നമ്മൾ ഈ കാണുന്ന കുടുംബങ്ങളിൽ മുഴുവൻ ഉണ്ടാകുന്ന പ്രശ്നം കുട്ടികളെ അവർ വളർത്തി തീരുന്നില്ല എന്നുള്ളതാണ്. ഗോത്രത്തിനകത്ത് വളർത്തി തീരും. കൃഷി കുടുംബത്തിനകത്ത്
വളർത്തി തീരുന്നതിന് പകരം വളർത്തി തീർന്നിട്ട് അവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെയാണ് അമ്മയും അച്ഛനെ നോക്കുന്നവരാക്കി കുട്ടികളെ മാറ്റാൻ നോക്കുന്നത്. അങ്ങനെയുണ്ട്. അതായത് ഈ പ്രാകൃതമായിട്ട് ഒരു മനുഷ്യന് എവല്യൂഷൻ വേണ്ടേ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എവല്യൂഷനാണ്. മനുഷ്യൻ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മൾ ഇവോൾവ് ചെയ്യുമ്പോൾ ചുറ്റുപാട് ഇവോൾവ് ചെയ്യും. ജീവിത സാഹചര്യങ്ങൾ 100 കൊല്ലം മുന്നുള്ളതല്ല ഇപ്പൊ ഉള്ളത്. മനുഷ്യന്റെ ചിന്താഗതി, പ്രവൃത്തി ഒന്നും 100 കൊല്ലം മുമ്പുള്ളതല്ല ഇപ്പൊ. കാലം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ മുന്നോട്ട് സഞ്ചരിക്കണം ശരിക്കും. അതെ, ഇത് ഇപ്പൊ അഡാപ്റ്റേഷൻ വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫാമിലി ബോണ്ടിങ് എന്നൊക്കെ മാറി ന്യൂക്ലിയർ ഫാമിലി ആയി. അതേപോലെ നമുക്ക് പല പല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു കാര്യം മാത്രം നമുക്ക് മാറാതെ നിൽക്കുന്നുണ്ട്. എന്താ? ലോകത്തെ എവിടെ പോയാലും ഒരു കാര്യം മാറുന്നില്ല, രക്തബന്ധം എന്ന് പറഞ്ഞ സംഗതി. ലൈഫിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രക്തത്തിന് തിരിച്ചറിയുന്ന പറഞ്ഞ പോലെ രക്തബന്ധങ്ങളുടെ ഒരു വാല്യൂ അത് ഭയങ്കരമാണ്. ഇപ്പൊ ഈ മൈത്രേയനെ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുന്ന ഒരുപാട് മൈത്രേയൻ ഫാൻസ് ഉണ്ട്. നിങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. ഇയാൾ പറയുന്ന കഞ്ചാവ് MDMA കേസിൽ മാത്രമാണ് നിങ്ങൾ ഇയാളെ കൊട്ടിഘോഷിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഇയാളുടെ ബാക്കി തിയറീസ് നിങ്ങൾ എടുത്തു നോക്കുക. ഇയാൾ പറയുന്നത് എന്താ? മനുഷ്യൻ ഈ മൃഗങ്ങളെ പോലെ ആവണം, പട്ടിയെ പോലെയും റോട്ടിൽ പോണ പൂച്ചേനെ പോലെയും ബാക്കി മൃഗങ്ങളെ പോലെ ആവണം. കുട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇണയെ തേടുന്നു. ആ ഇണയിൽ കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടി വളർന്നിട്ട് ആ കുട്ടിക്ക് ഒരു സെൽഫ് സ്റ്റേബിൾ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി ഓക്കെ ബൈ. അപ്പൊ ആ ഭാര്യനെ അവിടെ ഇട്ടു, കുട്ടീനെ അവിടെ ഇട്ടു, അടുത്തൊരു ഇണയെ തേടി പോകുന്നു, വീണ്ടും കുട്ടീനെ ഉണ്ടാക്കുന്നു, വീണ്ടും അതിനൊരു സ്റ്റേജ് എത്തും. ഞാനാണെങ്കിൽ ഇയാൾ ഈ മെഷീൻ കൊണ്ട് എങ്ങനെയാണ് ഇയാളെ മെഷീൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പല സമയത്തും. ഇയാളെ മെഷീൻ വർക്ക് ചെയ്തിട്ടില്ല. ഇല്ലല്ല, ഇയാളെ മെഷീൻ വർക്ക് ചെയ്തിട്ടില്ല ഇയാള് പറഞ്ഞിട്ടുണ്ട്. വായു നിൽക്കലായിരിക്കും. നമ്മൾ അതുപോലെ ചെയ്യണം, അതുപോലെ ജീവിക്കണം എന്നല്ല മൈത്രേയൻ പറയുന്ന. പുള്ളിയുടെ ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ഇതാണ് അതിന്റെ ഇത്. ബേസിക്കലി മനുഷ്യന്റെ മൃഗത്തിന്റെ, ഈ മനുഷ്യൻ എന്ന് പറയുന്ന സാധനം മൃഗം, ആ മൃഗം തന്നെയാണ് നമ്മള്. ആ മൃഗത്തിനെ നമ്മള് ഇപ്പൊ നാളെ മുതൽ സിംഹം പറയുകയാണ്, ഞാൻ സിംഹമല്ല ജൻഷൻ, അവർക്ക് ഇട്ടിരിക്കുന്ന പേര് അങ്ങനെയാണ്, ജൻഷൻ. മനുഷ്യൻ എന്ന് പറയുന്ന പോലെ മൃഗം അല്ലാതാവോ? ഈ ജീവജാലത്തിന്റെ അകത്തൊക്കെ പെടുന്ന സാധനമാണ് നമ്മളെ സുപ്പീരിയർ ആക്കാൻ വേണ്ടി മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടു. നമുക്കെന്താണ്? നമുക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പവറില്ല, പല്ലിനോ നഖത്തിനോ. മൃഗത്തിനൊക്കെ അതുണ്ട്. മാനാണ് കൊമ്പല്ലുണ്ട്, നമുക്കതുമില്ല. നമുക്ക് വെപ്പൺ എന്ന് പറയുന്ന സാധനം അത് കണ്ടുപിടിച്ചാണ് നമ്മുടെ പവർ. വെപ്പൺസ് കണ്ടുപിടിച്ചു, ആയുധങ്ങൾ ഉണ്ടാക്കി, നമുക്ക് വീടുകളുണ്ടാക്കി, ആ വെപ്പൺ കൊണ്ട് തന്നെ കുഴിച്ചും മാന്തി നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് നമ്മളെ തന്നെ നമ്മുടെ ബുദ്ധി വികസിപ്പിച്ച് നമ്മുടെ മൃഗത്തെക്കാളും കുറച്ചുകൂടെ നമുക്ക് സെൻസും ബുദ്ധിയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്ത് ഇപ്പോൾ യുഗത്തിൽ വന്ന് നിൽക്കുന്നു. ഈ മറ്റ് മൃഗങ്ങൾക്ക്, നമ്മുടെ മറ്റ് ജീവജാലങ്ങൾക്ക് നമ്മുടെ അത്രയുള്ള വിവരബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ കാട് കയറി നടക്കുന്നു. അതേപോലെ ഇനി നമ്മളെക്കാളും കുറച്ചുകൂടെ വിവേചനബോധമുള്ള ഒരു വിഭാഗം ചിലപ്പം വരുമ്പം നമ്മൾ മൃഗത്തിലോട്ട് മാറുമായിരിക്കും. നമ്മളെ മനുഷ്യൻ അവകാശപ്പെടും. ചിലപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഇന്നല്ല 19,000 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ മൃഗങ്ങളുടെ കാറ്റഗറിയിലോട്ട് മാറും. ഇതൊക്കെ പുള്ളി പറയുവാണ്. ഇതൊക്കെ ഒന്ന് കേട്ടോണ്ടിരിക്കുക, നമുക്കൊരു കൗതുകത്തിന് കേട്ടോണ്ടിരിക്കാം. നമുക്കത് ശരിയാണല്ലോ, പുള്ളിയുടെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അതിന് ഇയാൾ തെരുവുണ്ട എത്ര ആവശ്യമുണ്ടോ? കേൾക്കണ താല്പര്യം കേൾക്കുക, താല്പര്യം കട്ടി കിട്ടാവില്ലേ? അല്ല, ഈ കോൺസെപ്റ്റ് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇയാൾ പറയുന്നത് ഇപ്പൊ ഇയാൾ പറയുന്ന കോൺസെപ്റ്റിൽ ഇയാളുടെ ഫാൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പ്ലേ ബോയ് എന്ന് വിളിക്കും, ഇല്ലേ? നല്ല കളിക്കാരനാണല്ലോ. ഈ കോൺസെപ്റ്റിൽ സൊസൈറ്റിയിൽ 10 ആൾ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ അവസ്ഥ എന്താ? ഇപ്പോൾ അച്ഛനമ്മമാരെ എല്ലാവരും ചെയ്യുന്നത് എന്താ? ഓക്കെ, മക്കൾ ഉണ്ടാവുന്നു, ഒരു സ്റ്റേജ് വരെ അവർക്ക് ഇനഫ് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് ധരിക്കാനുള്ള കാര്യങ്ങളും വസ്ത്രങ്ങളും സാധനങ്ങളും കൊടുക്കുന്നു, ഫുഡ് ഷെൽട്ടർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, പിന്നെ കുട്ടികളെ വഴിക്കാൻ പോകുക. അല്ല ഇയാൾ പറയുന്നത് കണ്ണിൽ എണ്ണിട്ട് മക്കളെ കാത്തിരിക്കുന്ന അച്ഛന്മാരില്ല. സായിക്ക് ഈ നാട്ടിലെ കാര്യങ്ങളൊന്നും അത്ര വ്യക്തമായിട്ട് അറിയത്തില്ലാത്ത പോലെയാണ് സായി സംസാരിക്കുന്നത്. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സായി ഈ നാട്ടിൽ, അല്ലാതെ വേറെ സ്ഥലങ്ങളിൽ നടക്കുന്നതല്ല. സായി അറിയാത്ത മട്ടിൽ സംസാരിക്കുന്നതാണോ അറിയത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഒരു ന്യൂസിൽ കേട്ടോ, അച്ഛനും അമ്മയുടെ കൂടി മകളെ 2 പേരുടെ കൂടി അപ്പം കഴുത്തിന് പിടിക്കുക, അമ്മ കൈക്ക് പിടിക്കും, മുറുക്കെ പിടിച്ച് കുട്ടിയൊക്കെ കുട്ടിയുടെ രീതികൾ ശരിയല്ല. കുട്ടിയുടെ സൗഹൃദങ്ങളും മറ്റൊക്കെ വീട്ടിലോട്ടുള്ള വരവുകളൊക്കെ സമയം തെറ്റിച്ചാണ്. അതുകൊണ്ട് ആ കുട്ടി ശരിയല്ല എന്നവരങ്ങ് സ്ഥാപിക്കുകയാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ശരിയും തെറ്റൊക്കെ പെൺകുട്ടിക്ക് അറിയാം. കുട്ടിയുടെ രീതിയിലോട് താല്പര്യമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കുക. കൊല്ലാൻ നമുക്കെന്താണ് അവകാശം ഇരിക്കുന്നത്? ജനിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമി ജനിച്ചു കഴിഞ്ഞാൽ ആ ജന്മം നൽകുന്നതിന്റെ അവകാശം തീർന്നു. ജനിച്ച് വീണതിന് ശേഷം കുട്ടി വളരുന്ന അത്രയും വീട് വേണമെന്നെ കുറച്ചുകൂടി ഒരു അവകാശം നമുക്ക് ഇന്ത്യയിലുണ്ട് 18 വയസ്സ് വരെ. അതിൽ ഒരു കാര്യങ്ങളൊന്നും കൈകടത്താൻ നമുക്ക് റൈറ്റ് ഇല്ല. ജനിച്ച് വീഴുന്നതോടെ കൂടെ തന്നെ റൈറ്റ് തീർന്നു.
കൂടുതൽ ഉപദേശിക്കാനൊന്നും നമുക്ക് റൈറ്റ് ഇല്ല. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അവകാശമേ ഉള്ളൂ. തല്ലാനും ഇടിക്കാനും തൊഴിക്കാനും ഒരു മാതാപിതാക്കൾക്ക് റൈറ്റ് ഇല്ല. ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വേറെ വാർത്ത ഞാൻ കേട്ടത്, ഒരു കൊച്ചിന് 1.5 ലക്ഷം രൂപ കുഞ്ഞു കുട്ടി മാതാപിതാക്കളിൽ നിന്ന് വിറ്റെന്നോ അങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടായിരുന്നു. ഒരു സമൂഹ നാട്ടിലൂടെ നടക്കുന്നത്. മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തതിന്റെ പേരിൽ തല്ലിയും കൊന്നും തീർക്കുന്ന മാതാപിതാക്കളുള്ള സമൂഹമാണ് ഇവിടെ. ഒരു വീട്ടിൽ തന്നെ നിൽക്കണം, എന്റെ കൂടെ നിൽക്കണം, ഞാൻ നിന്നെ വളർത്തിയിരിക്കുന്നത് അല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു, എന്റെ വാർദ്ധക്യത്തിൽ എന്റെ കാര്യങ്ങൾ നോക്കാൻ, എന്റെ ബിസിനസ് നടത്താൻ വേണ്ടിയാണ് നിന്നെ വളർത്തിയിരിക്കുന്നത്, നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. നീ വലുതായി കല്യാണം കഴിച്ചാൽ എന്റെ വീട്ടിൽ നിൽക്കണം, ആ മുറിയിലോട്ട് നീ പൊക്കോ, ആ മുറി നിനക്കുള്ളതാണ്, ഇവിടെ കിടന്നോ, ആ വണ്ടി നിനക്കുള്ളതാണ്, അങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കളുള്ള നാടാണ് നമ്മുടെ നാട്. കല്യാണം കഴിച്ചു വരുന്ന മരുമോളെ തന്നെ കലയെ വളർത്തി കുഴി തീരാത്ത അമ്മമാര് മരുമകളെ വളർത്താൻ തുടങ്ങും. പിന്നെ കോൺഫ്ലിക്റ്റ് ആണ്. എന്റെ മോന്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്കറിയാം, പിന്നെ കിച്ചന്റെ കാര്യത്തിൽ തർക്കം. എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് ഇതൊന്നും സായി അറിയുന്നില്ലായിരിക്കും. എത്രയോ കാരണവന്മാര് മാതാപിതാക്കള് മകനുണ്ടായ മകന്റെ കുഞ്ഞുണ്ടായ ആ കുഞ്ഞ് എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ആ കുഞ്ഞ് ആരെ കല്യാണം കഴിക്കണം എന്ന് വരെ തീരുമാനിക്കുന്ന മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും അല്ല വല്യപ്പന്മാരും വല്യമ്മമാരും ഉള്ള നാടാണ് കേരളം, ഈ ഇന്ത്യ. എന്റെ കൊച്ചുമോടെ കല്യാണം ആരെ കിട്ടണം, നമ്മുടെ കുടുംബക്കാരാണ്, നമ്മുടെ കുടുംബത്തിന് അനുയോജ്യനായ ചെറുക്കനാണോ, നമ്മുടെ കുടുംബത്തിന് അനുയോജ്യനായ പെണ്ണാണോ, അനുയോജ്യയായ പെണ്ണാണോ എന്നൊക്കെ ചോദിക്കുന്ന മാതാപിതാക്കളുള്ള നാടാണ്. മതവും രാഷ്ട്രീയം കൊണ്ട് നിറഞ്ഞ മനസ്സുള്ള മാതാപിതാക്കളുള്ള നാടാണ്. വലിയ വിഭാഗം, എല്ലാവരും അല്ല പറയുന്ന ഒരു വലിയ വിഭാഗം ഉള്ള നാടാണ് ഈ കേരളം. സംസാരിക്കുന്നത് അതായത് ഭാര്യ ഭർത്താക്കന്മാർ പാർട്ണറിരിക്കുന്നത് അവരുടെ ഇഷ്ടം കൊണ്ടാണ് അവർ ഒരുമിച്ചിരിക്കുന്നതെങ്കിൽ കുട്ടി വളരുമ്പോൾ ഇല്ലാതാവുന്നെങ്കിൽ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ഇല്ലാതായി പോകും. അതൊക്കെ ഇഷ്ടം ഇല്ലാതായി പോകുന്നൊക്കെ ഉള്ള വിവരമെങ്കിലും മനുഷ്യർക്ക് വേണം. കുട്ടി വളരണ്ട, പകുതി ആകുമ്പോ തന്നെ ഇല്ലാതായി പോകും. ആ ഇല്ലാതായി പോകുമ്പോഴും നമ്മളിത് ഏറ്റെടുത്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തുടരണമെന്ന് നല്ല മൂച്ചോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമേ തന്നെ. കുട്ടിയുടെ ഒരു 10-12 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മിക്കവാറും ഉള്ള എല്ലാ ബന്ധങ്ങളും ഇല്ലാതായി നല്ല രീതിയിലേക്ക് അതിന്റെ ലീഗലി നോക്കി ലീഗലി വന്നതാണ് 18 വയസ്സ്. പക്ഷെ അതിന് മുമ്പേ ഈ ഒരു മടുപ്പ് തോന്നിയിരുന്നു. ഇയാൾ എനിക്ക് മടുപ്പ് വന്നവരാണ്. തന്റെ വീട്ടിലും അത് തന്നെയാണ്. അല്ല ഞാൻ ചോദിക്കുന്നത് മടുപ്പ് ഉണ്ടായിരുന്നു അല്ലടോ, ഇത് അങ്ങനല്ല. അതാണ് ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് പറയണേ എന്നോട്. എടോ മൈത്രേ, ഒരു കാര്യം ചെയ്യട്ടെ. തന്നെ ഉണ്ടാക്കിയ നന്ദി എന്നുള്ളതുണ്ടല്ലോ, പച്ചയ്ക്ക് ചോദിക്കുകയാണ്. ഉണ്ടാക്കി പുട്ടുമുറ്റി മാതിരി ഇങ്ങനെ കുത്തിയിട്ടിട്ട് പിന്നെ വളർത്താതെ എന്തുകൊണ്ടാണ് ഈ നിലയിൽ ഇങ്ങനെ ഒന്ന് ചലിക്കും? ഈ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിയുമ്പം മക്കളെ നോക്കുക എന്നുള്ളതാണ് ഭാര്യയുടെ കടമ. ഭർത്താവ് സൈഡിൽ കൂടെ പോവുക, വന്ന് പോവുക, പിന്നെ തമ്മിലുള്ള അടുപ്പവും സ്നേഹവും തരോടലൊക്കെ വളരെ വിരളമാണ്. എല്ലാവരിലും ഒരു വലിയ വിഭാഗം. പിന്നെയുള്ള വലിയ മുഹൂർത്തങ്ങളാണ്. ഒരു സമൂഹത്തിന്റെ മാതൃകയാണുള്ള ഭാര്യ ഭർത്താക്കന്മാരാകാൻ വേണ്ടി പലരും ശ്രമിക്കാറുണ്ട്. ചിലർ ശ്രമിക്കാറില്ല. ഞാൻ പറഞ്ഞത് 2 കട്ടൽ 2 മുറി. പിന്നെ ചിലർ മക്കൾക്ക് വേണ്ടി ജീവിച്ചു തീർക്കുകയാണ്. പിന്നെ മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ കല്യാണം വരുമ്പോൾ പുതിയൊരു വീട് വെക്കുക, ആ വീട്ടിലോട്ട് ആ കല്യാണം അവിടെ വെച്ച് ആ വീട്ടിൽ നമ്മുടെ പുതിയ വീട്ടിൽ വെച്ച് വേണം കല്യാണം നടത്താൻ വേണ്ടി. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി കൂടെ പോകുന്നൊരു സമൂഹമാണ് ഇവിടെ. മൈത്രേയന്റെ കാര്യം പറയുമ്പം സായി മൈത്രേയൻ പുട്ടുകുറ്റി സായിക്ക് എന്തോ മൈത്രേയയുടെ വ്യക്തിപരമായ എന്തോ വൈരാഗ്യം. സായിയുടെ ജീവിതത്തിലോട്ട് മൈത്രേയൻ കൈ കടത്തിയവരാണ്. എനിക്ക് പരമായ സംശയം, സായിയുടെ വീട്ടിലെങ്ങാനും വന്നിട്ട് 3-4 ദിവസം മൈത്രേയൻ നിന്നോ ഇനി സായിയുടെ സാഹചര്യങ്ങളുമായിട്ട് യോജിച്ച് സായിയുടെ ദേഷ്യം കാണുമ്പോൾ മൈത്രേയനായിട്ട് ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ടായിട്ട് പിന്നീട് അതിൽ നിന്ന് തെറ്റിത്തിരിഞ്ഞ് ഉള്ള പോലെയാണ് സായി പെരുമാറുന്നത് കേട്ടോ. ഈ വീഡിയോ വന്ന് പെരുമാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇയാളെ പാരന്റ്സ് അങ്ങനെ തന്നെയാണോ? എനിക്കെല്ലാം സംശയമുണ്ട്. പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് പരിപാടികൾ വിളിച്ചു പറയും. അതെനിക്ക് ഇഷ്ടാവുന്നില്ല. 13 വർഷമായിട്ട് ഇപ്പോഴും ആ സ്ത്രീയുടെ കൂടെ തന്നെ അല്ലേ ജീവിക്കുന്നത്. അടുത്ത് കഴിഞ്ഞ് മാറിപ്പോയി വേറെ പോയിട്ടുള്ള ഇയാളൊരു കാര്യം ചെയ്യും. ഇയാള് മതിയായി എത്രാമത്തിനൊപ്പം പോയി അവിടെ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പൊ ചോദിച്ചാൽ പറയും ഇയാള് ഒപ്പം പോയിട്ടുണ്ട്. അല്ല സംഗതി എന്തൊക്കെ പരിപാടി ഇയാള് സത്യം പറഞ്ഞ ഷർട്ടും പാന്റും ഈ താടി വീശി അല്ലെങ്കിൽ ഞാൻ സായിയെ കുറിച്ച് വിചാരിച്ച സായി കുറച്ചുകൂടെ വിവേചനബോധമുള്ള മനുഷ്യനായിരിക്കുന്ന കരുതിയ. അപ്പൊ എന്റെ ചിന്താഗതി എന്റെ തെറ്റ്, അങ്ങനെ ചിന്തിച്ചത് എന്റെ തെറ്റാണല്ലോ. സായിയൊക്കെ സദാചാര ഗുണ്ട, ഓൺലൈൻ സദാചാര ഗുണ്ട, ഇതൊക്കെ ഭയങ്കര ഞടി ഞനമ്പ് വലിഞ്ഞു മുറുകണ പേശികളാകെ
കോടികളും സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അംബാനി കോന്തനാന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെയാണ് പറയാൻ പറ്റുക? അംബാനി കോന്തനാ. അപ്പൊ 13 വർഷം ജയശ്രീ മാത്രം പാർട്ണറായിരുന്നു കോന്തനാണോ? അംബാനി കോന്തനാ. അതിനെനിക്ക് സംശയമൊന്നുമില്ല. 5000 കോടി 50,000 കോടി കോടികൾ ഉണ്ടായിട്ട് ഒരു ഭാര്യ മാത്രമാണെങ്കിൽ അംബാനി കോന്തനാന്ന് കോന്തനാണെന്നുള്ളത് എനിക്ക് സംശയരഹിതമായ അറിവാ. 13 വർഷം ജയശ്രീ മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും ലൈംഗികമാണെന്ന് സ്വയം സമ്മതിക്കേണ്ടി വരുമോ? ഞാൻ അത് ഇയാൾ പറയുന്ന തരത്തില് എടുക്കാൻ ഞാൻ എടുക്കും. പക്ഷെ ഞാൻ 5000 കോടി ഉണ്ടാക്കത്തില്ല. അപ്പൊ പണം അംബാനിയുടെ അച്ഛന് എന്താണ് സ്ട്രോക്ക് വരെ വന്നിട്ടുണ്ട്. എന്തിനാ ഈ പണം ഉണ്ടാക്കാൻ. ഈ പണം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയാതാ. താൻ ഇനി എത്ര കോടി പണം ഉണ്ടാക്കിയാലും തനിക്ക് ഉപയോഗിക്കുന്നതിന് ഒരു ആഗ്രഹം. അംബാനിന്റെ അച്ഛൻ തൂറ് കണക്കുണ്ടാവും. ഇതെന്താണെന്നറിയാം, മൈത്രേന എന്നത് പറഞ്ഞു വരുന്നത്, ഇതിപ്പം ആങ്കറിനത് മനസ്സിലായതാണോ അല്ല മനസ്സിലാത്തതായിട്ട് ധരിക്കുന്നതാണോ, സായിക്കും മനസ്സിലായതാണോ മനസ്സിലാത്തതായിട്ട് ധരിക്കുന്നതാണോ എന്നത് ശേഷം എനിക്ക് മനസ്സിലായി. മൈത്രേൻ പറഞ്ഞ പൈസ ഉള്ള നല്ല റിച്ചായിട്ടുള്ള ആൾക്കാർ രാജാവിനെ പോലെ, ഇപ്പൊ രാജാവ് എന്ന് പറയുന്ന ആരാണ്, ഭയങ്കര ആസ്തിയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, പല രാജാക്കന്മാർക്കും മെയിൻ ആയിട്ടുള്ള, പിന്നെയൊക്കെ സെക്കൻഡും തേർഡും ഒക്കെ ഉണ്ട്, കാമുകിമാർ കാണും. അതാണ് റിച്ച് ആയിട്ടുള്ളത്. നമുക്കറിയാം എലോൺ മസ്കിന്റെ അടുത്ത് തന്നെ പുള്ളിക്ക് 4 ഭാര്യമാരും 4 പേര് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഇനി അല്ലാതെ ബെസ്റ്റീസ് പുള്ളിക്ക് മക്കളെ തന്നെ ഏട്ടനുണ്ട്. പൈസ ഉണ്ടെന്നല്ല, അപ്പൊ ഈ പറഞ്ഞ ആളുകൾക്ക് ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സമയത്ത് അവരുടെ ചെലവിനുള്ള പൈസകളുണ്ടേ. അതുകൊണ്ട് അവർ ചെയ്യുന്ന, അവർക്ക് പൈസ കൊടുക്കാനും ചെലവ് മേടിക്കാനും വഹിക്കാനൊക്കെ പുള്ളിക്ക് എന്താ പറയുക, പുള്ളിക്കത് ശരി. ഇപ്പം എലോൺ മസ്ക് ശരിയാണോ, പുള്ളിയുടെ കൂടെ പങ്കാളിയായിട്ട് നിൽക്കുന്നവർക്ക് അത് ശരിയാണെന്ന് തോന്നുന്നു, നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന ആവശ്യമില്ല. അവർക്കാർക്കും പരാതി, നമുക്കാണോ പരാതി? അപ്പൊ പുള്ളി പറഞ്ഞു വരുന്നത്, അംബാനി ഇത്രയൊക്കെ പൈസ 25,000 കോടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അയാൾക്ക് ഈ പറഞ്ഞ 4-5 ഭാര്യമാര് 4-5 ഗേൾ ഫ്രണ്ട്സും ആ കുടിയിലെല്ലാം കൊണ്ട് 10-15 മക്കളും എന്തുകൊണ്ട് ആയിക്കൂടാ? അങ്ങനെ ആ പൈസ പുള്ളി എന്തിനാണ് ഈ പൈസ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? ഈ പൈസ എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ല. അതാണ് ഈ പറയുന്ന മൈത്രേൻ ഇൻഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളതൊന്നും നമുക്ക് അയാളുടെ ആശയം, അയാളുടെ മുമ്പോട്ട് അയാൾ ചോദിച്ചതിനുള്ള പുള്ളി ഉത്തരം പറയുകയാണ്. ഇപ്പൊ എനിക്കോ സാധിക്കോ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല എന്ന് വെച്ചുകൊണ്ട് അയാളെ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അയാൾ പറഞ്ഞിട്ട് തോന്നുന്നു, അത് ശരിയെന്ന് തോന്നുന്നതാണ് അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൗതുകത്തോടെ കേൾക്കുക, നമുക്ക് ചിരിക്കുക, അത്രേ ഉള്ളൂ. സായി ആണെങ്കിൽ നമ്മൾ ചിരി തോന്നുന്നുണ്ട്. സദാചാര ഗുണ്ടായിസം സായിയിലോട്ടും പകർന്നു കിട്ടിയത്. ശരിക്കും എന്താ അറിയാം, മൈത്രേൻ എന്ന് പറയുന്ന ഐറ്റം ഇയാൾ ശരിക്കും എന്താ അറിയാമെങ്കിൽ മറ്റേ ആ ശ്രീനിവാസന്റെ ഒരു സിനിമയില്ലേ, ശ്രീനിവാസൻ ശബരിമല പോയി തിരിച്ചു വരും, കമ്മിറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല, അധ്വാനിക്കാൻ വയ്യ, ലോകത്ത് ആർക്കും ഇല്ലാത്ത കുറെ കോൺസെപ്റ്റ് കൊടുത്ത് തലയിൽ വെച്ചിട്ട് അതിങ്ങനെ ഛർദ്ദിച്ച് കളയണം. ടു ബി ഹോണസ്റ്റ്, ഇയാളെ ഫാൻസ് ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ലഹരിയെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നവർക്ക് ആ ടീംസിന് ഇയാളെ പറ്റും. വെറും ബ്ലണ്ടറാണ്, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇയാൾക്ക് പോസിബിൾ ആവും. കാരണം എന്താ അറിയും, ഞങ്ങളൊരു കുടി മടിയാണ്, പണിയെടുക്കാൻ വയ്യ, ഇയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യ. അതുകൊണ്ട് എന്ത് ചെയ്തു, പാർട്ണറെ ഒഴിവാക്കി, കുട്ടീനെ ഒഴിവാക്കി. ഇയാൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വയ്യാത്തതുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ ചോദ്യം കേൾക്കുമ്പോൾ ഇയാൾ പ്രഭു. സത്യത്തിൽ അയാൾ എന്താ വെച്ചാൽ ഭാര്യയോട് അല്ലെങ്കിൽ പാർട്ണർ കൂടെ ഇത്രയും കാലം ജീവിച്ചത് ഞാൻ ഉണ്ടിറങ്ങി ജീവിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കായിരിക്കും. ഫുഡൊക്കെ ഇതാക്കാൻ വേണ്ടി ഇയാൾ രാവിലെ ഒരു ടീഷർട്ട് ഇട്ട് മീശിറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇരിക്കാൻ മാത്രമേ. ഈ മൈത്രേന്റെ വായത്താണം പുള്ളിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മേല. മറ്റേ ശ്രീനിവാസനെ പോലെയാണ് ചുമ്മാ വന്നിങ്ങനെ തള്ളി മറിക്കാൻ രാവിലെ ഇറങ്ങി പോകുന്നു. എനിക്ക് ചിരി വരുന്നത് കേട്ടത് ആരാ പറയുന്നത്? സായിയാ പറയുന്നത്. ഈ സായി അവിടെ നിന്ന് പറയുന്ന ഡയലോഗും ഞാൻ ഇവിടെ നിന്ന് പറയുന്നതും JB അവിടെ നിന്ന് പറയുന്നതും ഒക്കെ ഓരോ വായത്താണാണല്ലോ. അതിൻ്റെ അത് നല്ലത് കാണും, ചീത്ത കാണും. സമൂഹത്തിന് വല്ല ഗുണം കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചാൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. റിയാക്ഷൻ ചാനൽ നടത്തുമ്പം മറ്റ് ഇതൊക്കെ ചെയ്യുന്നല്ല ഓരോ വായത്താണല്ലേ. നമ്മുടെ രാഷ്ട്രീയക്കാർ നടത്തുന്ന വായത്താണല്ലേ. അവർ തന്നെ സമൂഹത്തിന് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ധരിപ്പിക്കുന്നു. അവരുടെ അണികളും ആരാധകരൊക്കെ അത്യാവശ്യം സോഷ്യൽ ഫെയിമായിട്ട് നിൽക്കുന്നവരൊക്കെ വായത്താണം അടിക്കാൻ വരാറുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക, ഇഷ്ടമില്ല കേൾക്കണ്ട. നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കുക, നല്ലതില്ലെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്തേക്കുക. പക്ഷെ സായിയൊക്കെ എന്താണോ ഇങ്ങനെ കിടന്ന് പറയുന്നൊക്കെ സത്യം ചിരിയും വരുന്നുണ്ട് സായി കാണിക്കുന്നത്. ഇടയ്ക്ക് സായി ഇടയ്ക്ക് വലിഞ്ഞ് നിർക്കുന്നുണ്ട്. ജിത്തുബായി ആണ് അതിനുള്ള ഇന്ധനം ഒഴിച്ചു കൊടുക്കുന്നത്. സായി കത്താൻ വേണ്ടിയുള്ള ഇന്ധനം ജിത്തുബായി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ സായി ഇങ്ങനെ കളിച്ച് നിൽക്കുക. പുഷ്പ ഇപ്പൊ സായി ഫയറടാ. എന്തിനാണ് ഫയർ? 72 വയസ്സല്ല, ഈ മൈത്രേനെ പേടിപ്പിക്കാനാണ് ഫയർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.